The most important thing is your comfort zone is your enemy. You know, our comfort zone is our enemy. നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിൽ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ ആ കംഫർട്ടിൽ തന്നെ ലൂപ്പായി പോകുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കൊല്ലങ്ങളോളം ഒരേ വർക്ക്, ഒരു പുരോഗതി ഇല്ലാതെ ഒരു വർക്കിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങി നിൽക്കരുത്. കാരണം അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ ഗ്രോത്ത് ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ അവിടുന്ന് എത്രയും പെട്ടെന്ന് സ്കിപ്പായി അടുത്തൊരു ജോബ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും പിടിച്ചത്. ഈ സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മൾ മൈൻഡിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നമുക്കിട്ട് പണി തരുന്നുള്ളത് സത്യമാണ്. അതിൻ്റെ പണി തന്നെയാണ് ഡിപ്രഷൻ, അതുപോലെ തന്നെ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവമാണ്. കാലങ്ങളോളം ഒരു കമ്പനിയിൽ ഒരു പുരോഗതിയില്ലാതെ വെറുതെ തുച്ഛമായ സാലറിക്കോ അല്ലെങ്കിൽ കുറച്ച് ഇൻക്രിമെൻറ്റോ കിട്ടിയതിൻ്റെ പേരിൽ ഒരിക്കലും കടിച്ചു പിടിച്ച് നിൽക്കരുത്. നമുക്ക് ഒരുപാട് കഴിവുണ്ടാവും, അത് നമുക്കറിയില്ല. അത് ഉപയോഗപ്പെടുത്താൻ എവിടെയാണോ സാഹചര്യം അതിലോട്ട് നമ്മൾ മാറണം. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നമുക്കിട്ട് തന്നെ പണി തരും.